നമസ്കാരം. ഇലക്ട്രിക് വാഹന വിപണിയിലേക്ക് ടാറ്റയ്ക്ക് മുമ്പേ ഇറങ്ങി തിരിച്ചവരാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. എന്നാൽ വാണിജ്യ രംഗത്തായിരുന്നു തുടക്കമെന്നതിനാൽ തന്നെ പാസഞ്ചർ ഇ വി വിപണി നെക്സൺ ഇവിയിലൂടെ രത്തൻ ടാറ്റയുടെ കമ്പനി തൂക്കുകയായിരുന്നു. ഇതിന് ബദലായി മഹീന്ദ്ര XUV 400 EV പുറത്തിറക്കിയെങ്കിലും ഇന്ത്യക്കാർ കാര്യമായി മൈൻഡ് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പിന്മാറാൻ തയ്യാറാകാതിരുന്ന ബ്രാൻഡ് അടുത്തിടെ BE6, XEV9e എന്നിങ്ങനെ രണ്ട് മികച്ച SUVകളാണ് പുറത്തിറക്കിയത്. ഇന്ത്യൻ ടെസ്ല എന്ന ഓമന പേരിട്ട് വണ്ടിഭ്രാന്തന്മാർ ഇരുവരെയും ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. അടുത്ത 2 വർഷത്തിനുള്ളിൽ വരാനിരിക്കുന്ന നിരവധി BE XEV മോഡലുകൾക്ക് അടിത്തറയിടാൻ പോകുന്ന ഇംഗ്ലോ മോഡുലർ സ്കേറ്റ് ബോർഡ് പ്ലാറ്റ്ഫോമിലാണ് ഈ മോഡലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒന്നും അവസാനിപ്പിക്കാൻ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തയ്യാറല്ല എന്നാണ് വാർത്തകൾ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാഹന മേളയിൽ സർപ്രൈസായി കമ്പനി പുതിയൊരു 7 സീറ്റർ SUV കൂടി പ്രദർശിപ്പിക്കുമെന്നാണ് വിവരം. മറ്റൊന്നുമല്ല, XUV E8 കൺസെപ്റ്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച മഹീന്ദ്ര XEV7e മോഡലാകും ഇത്. SUVയുടെ വരവിനെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളും വീഡിയോകളും കഴിഞ്ഞ ദിവസം തന്നെ ഇന്റർനെറ്റിലൂടെ പ്രചരിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ XUV 700 ഫാമിലി SUVയുടെ വൈദ്യുതീകരിച്ച പതിപ്പായിരിക്കും ഇത്. XEV7e EV പുതുതായി പുറത്തിറക്കിയ XEV9e EV എന്നിവ തമ്മിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ വ്യത്യാസങ്ങളിലൊന്ന് അതിന്റെ റൂഫിൽ തന്നെയായിരിക്കും. XEV 700 SUVയുടെ രൂപകൽപ്പനയെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണ് XEV7e ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം XEV9e SUVയുടെ അതേ രൂപത്തിലുള്ള ത്രികോണാകൃതിയിലുള്ള ഹെഡ്ലാമ്പ് ഹൗസിംഗും ഇതിൽ കാണാൻ സാധിക്കും. റീഡിസൈൻ ചെയ്ത ഫ്രണ്ട് റിയർ ബമ്പറുകൾ, ലംബമായി അടുക്കിയിരിക്കുന്ന ത്രികോണാകൃതിയിലുള്ള LED ഹെഡ്ലാമ്പുകൾ, മുന്നിലും പിന്നിലും LED ലൈറ്റ് ബാറുകൾ തുടങ്ങിയ സംവിധാനങ്ങളും വാഹനത്തെ കളറാക്കാൻ എത്തുന്നുണ്ട്. എയറോ ഇൻസേർട്ടുകളുള്ള പുതിയ അലോയ് വീലുകൾ, ഒരു ബ്ലാങ്ക് ഓഫ് ഗ്രിൽ എന്നിവയും XUV 700 SUVയുടെ ഇലക്ട്രിക് പതിപ്പിൽ ഉണ്ടായിരിക്കും. ഇനി അകത്തളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ XEV7EVയുടെ ഉള്ളിൽ പുതിയ ഡ്യുവൽ ടോൺ സീറ്റുകൾ, ലെതറൈറ്റ് അപ്ഹോൾസ്റ്ററി, ആംബിയന്റ് ലൈറ്റിംഗ്, രണ്ടാം നിരയിൽ ക്യാപ്റ്റൻ സീറ്റ് ലേഔട്ട്, പാനോരമിക് സൺറൂഫ് എന്നിവ പോലുള്ള ഫീച്ചറുകളും ഉണ്ടായിരിക്കുമെന്ന് അറിയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ സ്പെക്ക് XEV9e EVയിൽ അരങ്ങേറ്റം കുറിച്ച ട്രിപ്പിൾ സ്ക്രീൻ സജ്ജീകരണവും ഇതിനുണ്ടായിരിക്കുമെന്നാണ് അനുമാനിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിന്റെ മധ്യഭാഗത്ത് ഇലൂമിനേറ്റഡ് മഹീന്ദ്ര ലോഗോ, വെന്റിലേറ്റഡ് സീറ്റുകൾ, മൾട്ടി സോൺ ക്ലൈമറ്റ് കൺട്രോൾ, മെമ്മറി ഫംഗ്ഷനോട് കൂടിയ ഇലക്ട്രിക്കലി ക്രമീകരിക്കാവുന്ന സീറ്റുകൾ, പ്രീമിയം ഓഡിയോ സിസ്റ്റം എന്നിവയാകും വാഹനത്തിന്റെ മറ്റ് പ്രധാന സവിശേഷതകൾ. സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് നോക്കിയാൽ മഹീന്ദ്രയുടെ മറ്റു വാഹനങ്ങളെ പോലെ തന്നെ 5 സ്റ്റാർ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗിനൊപ്പം വിപുലമായ സുരക്ഷാ സന്നാഹങ്ങളും ഇലക്ട്രിക് SUVയിൽ അവതരിപ്പിക്കുന്നതാണ്. മെച്ചപ്പെട്ട കാര്യക്ഷമതയ്ക്കും വിശ്വാസ്യതയ്ക്കുമായി BYDയുടെ LFP സെല്ലുകൾ ഉപയോഗപ്പെടുത്തി 59 kWh ബാറ്ററി പാക്ക് XEV7e SUVയിൽ സജ്ജീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. XEV9e, BE6 എന്നിവയുമായി വലിയ 79 kWh ബാറ്ററി യൂണിറ്റ് പങ്കിടാനും ഇതിന് സാധിക്കുന്നതാണ്. വരാനിരിക്കുന്ന 7e 59 kWh 79 kWh ബാറ്ററി പാക്ക് ഓപ്ഷനുകളോടെയാണ് വാഗ്ദാനം ചെയ്യുന്നതിനാൽ തന്നെ സിംഗിൾ ചാർജിൽ 650 കിലോമീറ്ററോളം റേഞ്ച് വാഗ്ദാനം ചെയ്യുമെന്നാണ് മഹീന്ദ്ര അവകാശപ്പെടുന്നത്. 2025 ഓട്ടോ എക്സ്പോയിൽ ഇവയുടെ അരങ്ങേറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്.